നമ്മൾ എന്താണോ പറഞ്ഞത്, ഓപ്ഷൻസിന്റെ പ്രീമിയത്തിൽ എന്താണോ നടക്കേണ്ടതെന്ന് പറഞ്ഞത്, അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രീമിയത്തിന്റെ അമ്മ ഹയോൾ സമയം ഏകദേശം 2:47 ഇടാ. അതായത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എക്സ്പയറി ആണ് ഇന്ന് ചൊവ്വാഴ്ച നിഫ്റ്റിയുടെ. അപ്പൊ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. സമയം 2:45. അപ്പൊ ഞാനൊരു എൻട്രി എടുത്തിരുന്നു. പക്ഷെ ആ എൻട്രി എടുത്തതിന് ശേഷം എനിക്ക് പ്രോപ്പർ ആയിട്ട് അത് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പല സമയങ്ങളിലും എൻട്രി പോയിന്റ്സ് ഒക്കെ മിസ്സിംഗ് ആണ്. അപ്പോൾ എൻട്രി എടുത്തതിന്റെ റീസണും എക്സിറ്റ് ആവണതിന്റെ റീസണും ആയിരുന്നു മെയിൻ ആയിട്ട് പറയാനുള്ള കാരണം. ഞാൻ എൻട്രി എടുത്തതിന് ശേഷം ഈ വീഡിയോ ചെയ്യാനുള്ള അതിന് ശേഷമാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോ ഇന്നത്തെ മാർക്കറ്റ്, ഇന്ന് ഓവറോൾ വ്യൂ എന്റെ ബുള്ളിഷ് തന്നെയായിരുന്നു. ഇന്നലെ എന്റെ ബുള്ളിഷ് ആയിരുന്നു. ഇന്നലെ എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു. പക്ഷേ ഇന്നലെ വേറെ പേഴ്സണൽ ഇഷ്യൂസ് കാരണം എനിക്കൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് അതിൻ്റെ തന്നെയാണ് എനിക്ക് പ്രോപ്പറായിട്ട് ഇന്നത്തെ ഫുൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് പറഞ്ഞിട്ട് തുടങ്ങാന്നുള്ള വ്യൂവിലായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തത്. ഇപ്പൊ ഇന്നലത്തെ നമുക്ക് പറയാൻ പറ്റും എന്റെ റീസൺ. ഇത്രയും ഫോൾ വന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഞാൻ ബുള്ളിഷിലേക്ക് ഒരു വ്യൂ വരാനുള്ള റീസൺ എന്താന്ന് വെച്ചാല്, എത്ര വീണാലും മാർക്കറ്റിന് 1-2 ദിവസമൊക്കെ ഇടയിൽ തിരിഞ്ഞ് മുകളിലേക്ക് കയറണം. മാർക്കറ്റ് അങ്ങനെയാണ്. കാരണം എന്നും കണ്ടിന്യൂസ് ഫോൾ ആയിട്ട് ഒരിക്കലും മാർക്കറ്റ് താഴെ ചെന്ന് പതിക്കൂല. അതേപോലെ കണ്ടിന്യൂസ് ബുള്ളിഷ് ആയിട്ട് മുകളിൽ ചെന്ന് പൊട്ടൂല. എപ്പോഴും മാർക്കറ്റിന് സ്ഥിരമായിട്ട് ഇരിക്കുന്ന എല്ലാ ട്രേഡേഴ്സിനും മനസ്സിലാവും എങ്ങനെയാ മാർക്കറ്റ് മൂവ് ചെയ്യാറില്ലെന്ന്. സൈഡ് വേസ് പോയി നേരെ പോയി കുറെ നാള് കണ്ടിന്യൂസ് ആയിട്ട് 1 മന്തോ 1 വീക്കോ ചിലപ്പോൾ ഒരു 6 മന്ത്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് സൈഡ് വേസ് മാർക്കറ്റ് ഒക്കെ ആവുക. അപ്പൊ അങ്ങനെ പോണതിന്റെ ഇടയിൽ അവസാനത്തെ 2 ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് ഫോളോ വന്നു. നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തു 29 മെയിൽ. അതിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും ഒരു ഫോൾ വന്ന സ്ഥിതിക്ക് എന്റെ വ്യൂ ഇന്നലെ ജൂൺ 1-ാം തീയതി അപ്സൈഡ് നടന്നു. പക്ഷെ നമ്മള് ബുക്ക് ചെയ്തത്, അതായത് ടാർഗറ്റ് എൻട്രി എടുത്തതൊന്നും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടുന്ന് എൻട്രി എടുത്തു. സോറി, ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ടായിരുന്നു നമുക്ക്. അതിനുശേഷം ഈ ഒരു ഇതിലാണ് എൻട്രി എടുത്തത്. ഇവിടുന്ന് റിവേഴ്സിൽ പോകുന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മുടെ ആ ഒരു കറക്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട്, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു അന്നത്തെ. അതായത് 30 മെയ് സൺഡേ അനാലിസിസ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽസ് മാർക്കറ്റ് ആക്ട് ചെയ്യണെന്നുള്ളത്. എനിക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ എന്റെ വ്യൂ തെറ്റിപ്പോയി. അതുകൊണ്ട് എനിക്ക് SL ഹിറ്റായി. ഞാൻ മാക്സിമം വെച്ചിട്ടുണ്ടായിരുന്ന എന്റെ SL നല്ല പോലെ ഹിറ്റ് ആയിട്ടാണ് എനിക്ക് ലോസ് ആയത്. ഏകദേശം ഒരു 4K അടുത്ത് എനിക്ക് ലോസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ വ്യൂ അതേപോലെ തന്നെയായിരുന്നു. മാർക്കറ്റിന് അപ്സൈഡ് പോകണം. പ്ലസ് ഇന്ന് എക്സ്പയറിംഗ് കൂടിയാണ്. അപ്പൊ രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഏകദേശം ഈ ഒരു റേഞ്ചിൽ വന്നപ്പോഴാണ് എനിക്ക് ഞാൻ എൻട്രി കൺസിഡർ ചെയ്യുന്നത്. ഈ റേഞ്ചിൽ വന്നതിന് ശേഷം ഈ ഒരു ഏരിയയിലേക്ക് ആയിട്ട് എന്നാണ് എന്റെ ഓർമ്മ. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് തന്നെ വന്നു. നമ്മൾ ഏകദേശം 50 പോയിന്റ്സ് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന കാര്യം തന്നെ നമ്മൾ എടുത്ത പ്രീമിയം ഏകദേശം 23,300 പ്രീമിയമാണ് നമ്മൾ എടുത്തത്. 23,300 പ്രീമിയം നമുക്ക് 15-17 പോയിന്റ്സിന് നമുക്ക് കിട്ടി. അതായത് 23,400 കോപ്ഷനാണ് നമ്മൾ എടുത്തത്. അതായത് ഏകദേശം 23,400. അപ്പോ പ്രീമിയം എനിക്ക് എന്തായാലും വ്യൂ ഉണ്ടായിരുന്നു. ഇന്ന് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം ചെറിയൊരു ഗ്യാപ്പ് ഉള്ളത്. ഗ്യാപ്പ് ഇപ്പോഴും ഫുൾ ആയിട്ട് ബുക്ക് ആയിട്ടില്ല, ഫില്ല് ചെയ്തിട്ടില്ല. അതെ, നമ്മുടെ സപ്പോർട്ടിൽ നിന്ന് കറക്റ്റ് വന്നിട്ട് സപ്പോർട്ട് എടുത്തു. അതിനുശേഷം അത് ബ്രേക്ക് ചെയ്ത് നോക്കി. ഇവിടേക്കും സെല്ലേഴ്സ് ആക്റ്റീവ് ഉണ്ട്. ആ സെല്ലേഴ്സിന്റെ ഒക്കും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടാവുക കേട്ടോ ഈ ഇന്നത്തെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയി. ഇവരെ SL അടിക്കുന്നവർക്ക് SL അടിച്ചു. ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ഉണ്ട്. അവരൊക്കെ SL അടിച്ചിട്ടാണ് ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിന് ശേഷം ആണ് എൻട്രി എടുത്തത്. എന്നിട്ട് ഇവിടെ എൻട്രി എടുത്തതിന്റെ ശേഷം ഈ ഒരു ഏരിയയിൽ എൻട്രി എടുത്തതിന്റെ ശേഷം നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തു. കാരണം നമ്മൾ എൻട്രി എടുത്ത പോയിന്റ് 17-15 റേഞ്ചിലാണ് പ്രീമിയത്തിൽ. അതിനുശേഷം നമ്മൾ വെച്ചാൽ തന്നെ നമുക്ക് മാക്സിമം ലോസ് വരും 3,000 മുതൽ 4,000 രൂപയാണ്. അത് ഇന്ന് എക്സ്പയറി ആവണ ആ ടൈമിൽ, അതായത് ഇപ്പോ 3 മണി സമയത്തേക്കാണ് അത് സീറോയിൽ ചെന്ന് എത്തുള്ളൂ എന്തായാലും. അപ്പൊ സീറോ ട്രേഡ് എടുത്തു. ഞാൻ ഏകദേശം എടുക്കണേക്കാളും കുറച്ച് ക്വാണ്ടിറ്റി, അതായത് ഇന്ന് എന്തായാലും ഷുവർ ഷോട്ട് എൻട്രി വിത്ത് പക്ക വ്യൂ ആയിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് എൻട്രി എടുത്ത് നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ഇതിൽ എത്തിയപ്പോഴാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. നമുക്ക് ആദ്യം പ്രീമിയത്തിന്റെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് ആദ്യം ഒന്നും കൂടി മൂവ് ചെയ്യുന്നുള്ള ഒരു വ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം തന്ന ഒരു മൊമെന്റ് എക്സ്പയറിയിൽ അന്ന് പ്രത്യേകം നോക്കേണ്ടത്, ആദ്യം തരുന്ന ആ ഒരു മൊമെന്റം
പിന്നീട് വരുന്ന ക്യാൻഡിൽസിന് ഉണ്ടാവില്ല. അതെങ്ങാനും റിവേഴ്സൽ ആയി കഴിഞ്ഞാൽ ഡിക്ക് നല്ല പോലെ വരാം. അപ്പൊ നമ്മൾ എത്രയാണോ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്, സോറി പ്രോഫിറ്റ് ഉണ്ടായത്, അത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അധികം ഗ്രീഡി ആവാണ്ട് 1:4 എബവ് എത്തിയപ്പോൾ തന്നെ എക്സിറ്റ് ആയി. പക്ഷെ നമ്മുടെ വ്യൂ പോലെ തന്നെ അത് കറക്റ്റ് ആയിട്ട് എത്തേണ്ട സ്ഥലത്തേക്ക് തന്നെ എത്തി. നമുക്കത് എന്തായാലും നോക്കി നോക്കാം. ആ, ഇതായിരുന്നു നമ്മൾ എടുത്ത എൻട്രി. ഞാൻ എടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് ഇത്ര എത്തും എന്നുള്ളത്, 92 റേഞ്ചിൽ. ഞാൻ ആദ്യം അവിടെയാണ് എന്റെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഏകദേശം ഈ ഒരു റേഞ്ച് ഇവിടെ എത്തിയപ്പോൾ തന്നെ 1:4.5 അടുത്ത് എത്തിയപ്പോൾ തന്നെ എൻട്രി എടുത്തു. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഏകദേശം എൻട്രി എടുത്തത് 10:06 ക്യാൻഡിലാണ്. 10:06, യെസ്, ഈ ക്യാൻഡിലാണ് ഞാൻ എൻട്രി എടുത്തത്. ഈ ക്യാൻഡിൽ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് മാക്സിമം ഇന്ന് പോയ ലോസ് നമ്മുടെ സീറോയിൽ വന്ന് വിട്ടു. ഞാൻ എന്നാലും ഈ ഒരു റേഞ്ചിൽ വെച്ച് SL ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം താഴത്തേക്ക് എത്തിയോട് കൂട്ടിയിട്ട് എന്തായാലും അപ്സൈഡ് പോകുന്നുള്ള വ്യൂ കാരണം ഞാൻ ഒന്നുകൂടി SL എടുത്തിട്ട് വെച്ചു. അപ്പോഴും നമുക്ക് മാക്സിമം 15 പോയിന്റ്സ് വരും. പക്ഷെ ക്വാണ്ടിറ്റി കൂടുതൽ എടുത്ത കാരണം കുറച്ച് ലോസ് കൂടുതലായിരിക്കും. പക്ഷെ അതിനുശേഷം നിങ്ങൾ നോക്കി കാണാം, ഞാൻ ഏകദേശം 51 പോയിന്റ്സ് എബവ് ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്തു കിട്ടാം. 152 പോയിന്റ്സ് വരെ മാർക്കറ്റ് മൂവ് ചെയ്തു. അതിനുശേഷമാണ് മാർക്കറ്റ് താഴേക്ക് പിന്നെ അവിടുന്ന് വന്നത്. അപ്പോ അങ്ങനെയാണ് ഇത് ആദ്യം തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് മാർക്കറ്റ് ഇന്ന് ഞാൻ എക്സിറ്റ് ആയതിനു ശേഷം ഈ ഒരു കാരണം ഇതിന് പറയാൻ വേണ്ടിയിട്ട് ചെയ്തത്, ഈ വീഡിയോ ചെയ്യണത്, റെക്കോർഡ് ചെയ്യണത്. വീണ്ടും നിങ്ങൾ എന്തായാലും എൻട്രി ഒന്ന് കണ്ടിട്ട് വരിക. ഹായ് ഓൾ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം 11:23 ആയിട്ടെ ഇപ്പൊ സമയം. നമ്മളൊരു എൻട്രി എടുത്തിരുന്നു ഓൾറെഡി. ഏകദേശം 10:08 നമ്മൾ എൻട്രി എക്സിക്യൂട്ട് ആയത്. പക്ഷെ എനിക്ക് ആ നേരത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല വീഡിയോ. അതിന് ശേഷം ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്. എൻട്രി എടുത്തതിൻ്റെ ശേഷം ഏകദേശം 1-1.5 മണിക്കൂർ ആവാറായിട്ടുണ്ട്. ഇന്നത്തെ വ്യൂ നമ്മുടെ എന്തായാലും അപ്സൈഡ് വ്യൂ തന്നെയാണ്. അതായത് ബുള്ളിഷ്, നല്ല രീതിയിൽ ബുള്ളിഷ് പോകുന്നുള്ള രീതിയിൽ നമുക്ക് ടാർഗറ്റ് കിട്ടേണ്ട രീതിയിൽ. ഞാൻ ടാർഗറ്റ് വെച്ചിട്ടുള്ളത് ഏകദേശം 92.80 ആണ്. പ്രൈസ് എൻട്രി എടുത്ത പ്രൈസ് ഏകദേശം 15.50, സ്റ്റോപ്പ് ലോസ് 3.95 ആണ്. ഇന്നത്തെ എൻട്രി എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഹീറോ സീറോ ട്രേഡ് ആണ്. നമ്മുടെ ഹീറോ സീറോ ട്രേഡ് എന്ന് പറഞ്ഞാൽ കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും. അതായത് നമ്മൾ എടുത്ത ക്യാപിറ്റൽ മുഴുവൻ റിസ്ക് ചെയ്തിട്ട് വെക്കുന്ന ട്രേഡ്. അടിച്ചാൽ ഹീറോ അല്ലെങ്കിൽ സീറോ എന്നുള്ള രീതിയിൽ 23,400 കോൾ ഓപ്ഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും എടുക്കണ പോലെ ഉള്ള ക്വാണ്ടിറ്റിയേക്കാളും കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ മാക്സിമം ലോസ് ഒരു 4K എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സീറോയിൽ ചെന്നിട്ട് എക്സ്പയറി അന്ന് സീറോയിൽ ചെന്നിട്ട് പ്രീമിയം ഹിറ്റ് ആകുമ്പോഴാണല്ലോ നമ്മുടെ ഫുൾ എമൗണ്ട് പോവുക. ഇപ്പൊ രാവിലെ 11:30 ആയിട്ടുള്ളൂ, ഞാൻ എൻട്രി എടുക്കുമ്പോൾ 10 മണി ആയിട്ടുള്ളൂ. അപ്പൊ ഇനിയും ഉണ്ട് സമയം. അപ്പൊ അതിനേക്കാൾ മുന്നേ എന്റെ വ്യൂ ഒന്ന് ഒരു CPR വന്ന് ടച്ച് ചെയ്യുന്നതാണ്. ഇന്നലെ എന്റെ വ്യൂ ബുള്ളിഷ് തന്നെയായിരുന്നു. പക്ഷെ എന്റെ നമ്മുടെ അനാലിസിസ് ഒക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഹിറ്റായി. എനിക്ക് ഇന്നലെ ഇതേപോലെ നമ്മുടെ ഇത് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോറി, നമ്മുടെ എൻട്രി പോയിന്റ്സ് ഒന്നും ട്രേഡിങ് തന്നെ ഇന്നലെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എൻട്രി എടുത്തിട്ടുണ്ട്. ഇപ്പൊ എൻട്രി എടുക്കാനുള്ള മെയിൻ റീസൺ ഇന്ന് കുറച്ചു നേരം നല്ലൊരു നമ്മുടെ ഇതിൽ നോക്കി കാണാൻ പറ്റും 23,240, 220 വരുന്ന റേഞ്ചിലുള്ള നമ്മുടെ റെസിസ്റ്റൻസ്. പിന്നെ അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതാണ് പച്ച കളറിൽ കാണുന്ന സോണ്. ആ ഗ്യാപ്പ് കൊണ്ടെങ്കിലും ഗ്യാപ്പ് ഫില്ലിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. പകരം കറക്റ്റ് നമ്മുടെ സപ്പോർട്ടിൽ വന്നിട്ട് ഒരു പോയിന്റ് മൂവ്മെന്റ് ഇല്ലാണ്ട്, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ് ഇല്ലാണ്ട് കറക്റ്റ് അവിടെ നിന്ന് സപ്പോർട്ട് ഇട്ടു, ഒരു സപ്പോർട്ട് ക്യാൻഡിൽ ഉണ്ടായത്. പക്ഷെ അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്തു. നിങ്ങൾക്ക് പ്രീമിയത്തിന്റെ ചാർട്ട് നോക്കി കാണാം. അതും ഇപ്പോ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മുന്നേ ലോസിൽ നടന്ന ഏരിയ എത്രയും മുകളിലേക്ക് പോയിട്ടും പ്രീമിയം സെയിം ഏരിയയില. ജസ്റ്റ് മെൽറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, സൈഡ് വേസ് മൂവ് ആണ് പ്രീമിയത്തിന്റെ ചാർട്ട് കാണുന്നത്. അപ്സൈഡ് മൂവും സ്പോർട്സ് ചാർട്ടിലും ഉണ്ട്. പക്ഷെ മുകളിലേക്ക് പോവും. നമ്മളിപ്പോ ഇതന്നെ നമുക്ക് നോക്കിയാൽ 1:6 എബവ് ഒക്കെയാണ് ടാർഗറ്റ്. പക്ഷെ ഞാനൊരു നല്ല പ്രോഫിറ്റ് ഒക്കെ കിട്ടുക ഞാൻ എക്സിറ്റ് ചെയ്ത് ഇറങ്ങും, അധികം ഗ്രീഡ് ഒന്നും ഇല്ലാണ്ട്. എൻ്റെ എടുത്തിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്, മാർക്കറ്റ് മൂവ് ചെയ്യണില്ല. ആദ്യം ഒരു ചെറിയ മൂവ്മെന്റം തന്നതായിരുന്നു.
ഒരു 10 മണിക്ക് എൻട്രി എടുത്തിട്ട് 10:45 11 മണി ആ റേഞ്ചിൽ വയ്ക്കും. പക്ഷെ അതിനുശേഷം വീണ്ടും താഴേക്ക് വന്നു. എങ്ങനെയാണോ പോയത് അതിനേക്കാൾ അതേപോലെ തന്നെ തിരിച്ചു വന്നു. പക്ഷെ നമ്മൾ ഇതുവരെ എക്സിറ്റ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ അതിനെ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ചെറുതാക്കി കയറ്റി വെച്ചിട്ട് ഒരു 3K റിസ്കിലേക്ക് വെച്ചിട്ടുണ്ട്. താഴേക്ക് വന്ന് ഹിറ്റ് ആവാറായിട്ടുള്ള ഒരു വ്യൂ ആണെങ്കിൽ മാത്രമേ ഇതിൽ പോവുള്ളൂ. ഇന്ന് നമുക്ക് മാർക്കറ്റിനെ നമ്മൾ അധികം കളിപ്പിക്കാൻ പറ്റില്ല, കാരണം മാക്സിമം നമുക്ക് ലോസ് ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ ഒറ്റ ട്രേഡിൽ ഞാൻ എന്തായാലും നിർത്തും. ഇപ്പോഴത്തെ മെയിൻ എൻ്റെ ഈ മാസത്തെ ഏറ്റവും വലിയ റൂൾസ് ഇല്ലാതെ ഒന്നാണ്. ഒന്നല്ലെങ്കിൽ 1 ട്രേഡ്, അല്ലെങ്കിൽ മാക്സിമം ഇത്ര എമൗണ്ട് ഒരു ദിവസം പെർ ഡേ. അതിൽ കൂടുതൽ ലോസ് ഉണ്ടാവില്ല എങ്ങനെ പോയാലും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നോക്കാട്ടാ. ആ സമയം 12:30 ആയിട്ടുണ്ട്. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം വീണ്ടും പറഞ്ഞ പോലെ അവിടെ നമ്മൾ SL കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് വീണ്ടും താഴേക്ക് ഇറക്കി വെച്ചിരുന്നു. കാരണം നമ്മുടെ SLന്റെ അടുത്തേക്ക് എത്തി ഓൾമോസ്റ്റ് 4ലേക്ക് വെക്കും. പക്ഷെ അതിനുശേഷം പെട്ടെന്ന് വന്ന ഒരു 2 ക്യാൻഡിൽ കൊണ്ട് വീണ്ടും നമ്മുടെ എൻട്രി പോയിന്റിന്റെ അടുത്തേക്ക് 15 പോയിന്റ്സിന്റെ അടുത്തേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. നല്ല പ്രീമിയത്തിന്റെ ഹൈക്ക് വരുന്നുണ്ട് അവിടെ. പ്രീമിയം നല്ല മൊമെന്റം വരുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് മൂവ് ചെയ്യാന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും പ്രോഫിറ്റ് അതേപ്പോൾ കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മൂവാണ് നമുക്ക് വേണ്ടത് മെയിനായിട്ട്. ഓപ്ഷൻ ബയ്യർ എന്നുള്ള നിലയ്ക്ക്. ഓപ്ഷൻ ട്രേഡർക്ക് ഇത് നെഗറ്റീവ് ആവുക, കാരണം ഇങ്ങനത്തെ ഒരു മൊമെന്റൊക്കെ വന്നാൽ അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഓപ്ഷൻ ബയ്യേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓപ്ഷൻ ബയ്യേഴ്സ് ഇപ്പോൾ ഞാൻ മെയിൻ ട്രേഡേഴ്സിന്റെ അടുത്ത്, അതായത് വലിയ വലിയ ട്രേഡേഴ്സിന്റെ അടുത്ത് കേട്ടിട്ടും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഓപ്ഷൻ ട്രേഡേഴ്സ്. എനിക്കിത് എത്രത്തോളം ഓക്കെ ആണെന്നുള്ള അറിയില്ല, കാരണം ഞാൻ ഇതുവരെ ഓപ്ഷൻ സെല്ലിങ് ചെയ്യാത്ത കാരണം കൊണ്ട് എനിക്കറിയില്ല. പക്ഷെ ഓപ്ഷൻ ബൈയിങ് 10 ദിവസത്തിൽ 9 ദിവസം അല്ലെങ്കിൽ 8 ദിവസം ലോസ് ഉണ്ടാക്കിയിട്ട് അവസാന 2 ദിവസം കൊണ്ട് പ്രോഫിറ്റിൽ ആ ലോസ് കവർ ചെയ്യും. ഓപ്ഷൻ സെല്ലേഴ്സ് 10 ദിവസത്തിൽ 8 ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ബാക്കി 2 ദിവസം കൊണ്ട് ആ 8 ദിവസം പ്രോഫിറ്റ് ലോസിലെത്തിക്കുന്നുള്ളു. അപ്പോൾ അങ്ങനെ ആയിരിക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. നല്ലൊരു മൊമെന്റം ഉണ്ട് പ്രീമിയത്തിൽ. പ്രോപ്പറായിട്ട് ഒരു മൂവ് കിട്ടിയ അപ്സൈഡ് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഒന്നുകൂടി കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോപ്പ് ലോസിനെ കുറച്ചൊരു സിംഗിൾ ഓക്ക് ഉണ്ടാക്കി നമ്മൾ SLനെ കയറ്റി വെക്കൂട്ടെ എന്തായാലും. നമുക്കറിയാം ഇന്ന് മാക്സിമം എത്ര, ശരിക്കും SLന്റെ ആവശ്യമില്ല, കാരണം ഇന്ന് പ്രീമിയം എത്രയാണ് പോവുള്ളൂ, മെൽറ്റിങ് ചെയ്ത എത്ര വരെ പോകുന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അതാണ് ഓപ്ഷൻ ബയ്യറുടെ ഏറ്റവും വലിയ ഗുണം എന്നെ സംബന്ധിച്ചിടത്തോളം. മറ്റേത് ഓപ്ഷൻ സെല്ലിംഗ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ പോവുക. നമുക്കറിയില്ല, അൺലിമിറ്റഡ് റിസ്ക് ആണ്. നമുക്ക് അൺലിമിറ്റഡ് റിസ്ക് ഒക്കെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം റിസ്ക് അൺലിമിറ്റഡ് ആയിട്ട് എടുക്കുന്നത്, അത് അൺലിമിറ്റഡ് റിസ്ക് ആണ്. ഇന്ന് എന്റെ റിസ്ക് 4000 മാത്രമേ ഉള്ളൂ. അത് അൺലിമിറ്റഡ് അല്ല ഒരിക്കലും. ലിമിറ്റഡ് റിസ്ക് വിത്ത് പ്രോപ്പർ പ്ലാൻ ആണ്. നമ്മൾ എന്താണോ പറഞ്ഞത്, ഓപ്ഷൻസിന്റെ പ്രീമിയത്തിൽ എന്താണോ നടക്കേണ്ടതെന്ന് പറഞ്ഞത്, അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രീമിയത്തിന്റെ അമ്മാതിരി സ്പൈക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ കണ്ട ടാർഗറ്റ് വെച്ചതിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് ഇപ്പോൾ 1:5 എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഞാൻ പറയണു ഈ ഒരു റേഞ്ചിലേക്ക് എത്തും, 92-80 പക്ഷെ അത് എനിക്കറിയില്ല എത്രത്തോളം മൂവ് ചെയ്തിട്ട് അവിടേക്ക് എത്തുന്നത്. അത് കാരണം കൊണ്ട് ഞാൻ എൻ്റെ സെല്ലിനെടുത്തിട്ട് കോസ്റ്റിലേക്ക് വെക്കുകയാണ്. കാരണം ഇനി ലോസ് വന്നാലും പോവില്ല. പക്ഷെ ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ഇത് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യേണ്ട ഒരു യാതൊരു ആവശ്യമില്ല. നമുക്ക് പ്രോഫിറ്റ് ബുക്ക് തന്നെ വേണം. സ്പോർട്സ് ചാർട്ടിൽ വന്നിട്ട് 200 EMI CPR, പിന്നെ അതേപോലെ നമ്മുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും കൂടി ടച്ച് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. അവിടുന്ന് റിജക്ഷൻ വന്ന ഈ ഇതിന്റെ അന്ന് എക്സ്പയറിയുടെ അന്ന് ഏറ്റവും വലിയ ഇതാ, ഇങ്ങനെ നല്ല മൊമെന്റം കിട്ടാൻ നല്ല മൂവ് ചെയ്യും. പക്ഷെ അവിടുന്ന് റിവേഴ്സിൽ വരുമ്പോൾ അത്രയും അതേനാട്യം സ്പീഡിൽ നമ്മുടെ പ്രീമിയം മെൽറ്റ് ആവാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കുറയും കേട്ടോ. അപ്പൊ ഞാൻ അധികം റിസ്ക് എടുക്കണില്ല. എന്തായാലും ഒരു നല്ലൊരു മൂവ് കിട്ടിയിട്ട് ഇനി ഒരു ക്യാൻഡിലേക്ക് വന്നാൽ ഞാൻ എക്സിറ്റ് ചെയ്തു. അറിയാണ്ട് എക്സിറ്റ് ആയതാണ് കേട്ടോ. എക്സിറ്റ് ഒന്നും കൂടി മൂവ് ചെയ്തിട്ട് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഇറങ്ങി നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യത്തിന് ഒരു 50 പോയിന്റ്സിന്റെ അബവ് നമ്മൾ എന്തായാലും ക്യാച്ച് ചെയ്തിട്ടുണ്ട്.
15 വാങ്ങിയിട്ട് 66 എക്സിറ്റ് ചെയ്തു. 25. ഓക്കെ, 51 പോയിന്റ്സിന്റെ അടുത്ത് നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ നോക്കിയിട്ട് നെക്സ്റ്റ് ടാർഗറ്റ് പോവോ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അറിയണില്ല, നോക്കണില്ല. കാരണം ഇനി ഇത് എങ്ങനെയാ മൂവ് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. വെറുതെ ഗ്രീഡൊക്കെ കാണിച്ചിട്ട് നമ്മൾ ലോസിൽ കൊണ്ടെത്തിക്കണ്ട. നല്ലൊരു ട്രേഡ് 1:4.5 ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് റിസ്ക് റിവാർഡിൽ. അപ്പം എന്തായാലും ഇവിടെ ഇറങ്ങാണ്. പുതിയൊരു ട്രേഡായിട്ടും വരുന്നത് വരയ്ക്കും. ബൈ.